ഹായ് ഓൾ. PEGC 105 അമേരിക്കൻ ലിറ്ററേച്ചറിലെ രണ്ടാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ രണ്ടാമത്തെ ബ്ലോക്കായിട്ടുള്ള നഥാനിയൽ ഹോത്തോൺ എഴുതിയിട്ടുള്ള ദ സ്കേലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 യൂണിറ്റുകൾ വരുന്നതിൽ 4ഉം ഒന്നും ഓർഡറുകളായിട്ടല്ല പറയുന്നത്. നമുക്ക് ആദ്യം ഇതിനൊരു ഓർഡർ ആക്കി എടുക്കാം. ആദ്യം നമുക്ക് ഈ നഥാനിയൽ ഹോത്തോൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് നോക്കാം. ദെൻ നമുക്ക് ഈ ഒരു നോവലിൻ്റെ സമ്മറി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരക്ടറൈസേഷന്, ദെൻ ഇതിൻ്റെ ഈ ഒരു നോവലിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഇതൊന്നും ഓർഡർ വൈസ് അല്ല നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. സോ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പത്തിന് നമുക്ക് എങ്ങനെ ചെയ്യാം. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള നഥാനിയൽ ഹോത്തോണിനെ കുറിച്ചിട്ട് നോക്കാം. 1804 ജനിച്ച് 1864 വരെ ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തീമായിട്ട് അദ്ദേഹം പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നത് സിന്ന്, അതുപോലെ തന്നെ ഗിൽറ്റ്, മൊറാലിറ്റി, അതുപോലെ തന്നെ മനുഷ്യന്മാരെ ഒരു ഹ്യൂമൻ കണ്ടീഷൻ, ഇതിനൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അമേരിക്കൻ റൊമാൻറ്റിസിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് ഒരു പ്യൂരിറ്റൻ ഫാമിലിയിലാണ്. നമുക്കറിയാം പ്യൂരിറ്റൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും ഗോഡായിട്ട് അത്രയും ഒരു സ്ട്രിക്റ്റ്ലി ബിലീവ് ചെയ്യുന്ന ആളുകളാണ് പ്യൂരിറ്റൻസ് ആയിട്ട് വരിക. സോ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്കേലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തത് 1850 ആ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഇതിൽ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഈ ഒരു നോവലിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർവികർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു റിജിഡായിട്ട് ഉള്ള പ്യൂരിറ്റൻസിൽ പെട്ട ആളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസിൽ പെട്ട ജോൺ ഹാത്തോൺ എന്ന് പറയുന്ന ഒരാൾ 1692 ഒരു സേലം, അമേരിക്കയിലുള്ള ഒരു പ്ലേസാണ്. അവിടെയുള്ളൊരു എന്താ പറയുക, ഒരു മന്ത്രവാദ വിചാരണയിലൊക്കെ ഉള്ള ഒരു ജഡ്ജിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഒരുപാട് നിരപരാധികളെ മരണത്തിന് വിധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഗിൽറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് തന്നെയുള്ള ആ ഒരു അനിഷ്ടം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൂടെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അഥവാ ഈ ഒരു ഇത് കാരണം അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ കൂടുതലായിട്ട് ദൈവത്തിന്, അഥവാ ഓലെ കഠിനമായിട്ടുള്ള നിയമം, പ്യൂരിറ്റൻസിലെ ഭയങ്കരം കഠിനമായിട്ടുള്ള നിയമം, അതുപോലെ തന്നെ ഇരട്ട നയം, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അഥവാ പുറമേ പവിത്രതയുള്ള ആളുകളെ, ഉള്ളിൽ ഒരുപാട് ബോധത്തിൻ്റെയൊക്കെ ഉള്ള അങ്ങനത്തെ ആളുകളൊക്കെ അദ്ദേഹം തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിലൂടെ അധികം നമുക്കൊരു തീമായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തോടുള്ള ഒരു എതിർപ്പ്, അവർ ചെയ്ത ആ ഒരു മോശപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം വിമർശിച്ചു കൊണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിന് അതിൽ നിന്നുള്ള ഉൾക്കൊണ്ടിട്ടുള്ള നോവലുകളാണ് അല്ലെങ്കിൽ വർക്കുകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ തീമായിട്ട് പാപത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മതവൈരുദ്ധ്യത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിനെ കുറിച്ചിട്ട്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആന്തരിക സംഘർഷങ്ങളെ കുറിച്ചിട്ട്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അധികം തീമായിട്ട് വരാറുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ പേര് വരെ അദ്ദേഹം ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. അഥവാ ഹോത്തോൺ എന്ന് പറയുന്നതിൽ ആ W ഇല്ലാത്തൊരു പാരമ്പര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പണ്ട് മുതലേ ഉള്ള ആളുകളിൽ കണ്ടു. പക്ഷേ അദ്ദേഹം ഒരു എക്സ്ട്രാ ഒരു W ചേർത്തിട്ട് ആ ഒരു പാപമോചനത്തിനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയാം. ഈ ഒരു പേര് മാറ്റുന്നതിലൂടെ ആ ഒരു പാപത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ഇനി ഈ ഒരു സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു നോവലിൻ്റെ നറേറ്റർ അദ്ദേഹം ഒരു കസ്റ്റംസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സോ അദ്ദേഹം അവിടെ നിന്ന് ഒരു വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ച റെഡ് കളറിലുള്ള ഒരു ലെറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് കിട്ടുകയാണ്. അതിന് കൂടെ കുറച്ച് എഴുത്തുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുകയാണ്. അതിലൂടെയാണ് അദ്ദേഹം ഈ ഹെസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മെയിൻ കഥാപാത്രമായിട്ടുള്ള ഹെസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ ഒരു സ്റ്റോറി അദ്ദേഹത്തിന് കിട്ടുന്നത്. സോ അങ്ങനെയാണ് അദ്ദേഹം ഇത് എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. സോ ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ തൻ്റെ ശിക്ഷയ്ക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഹെസ്റ്റർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ പറ്റും. അവൾ ചെയ്ത ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, അവളൊരു അഡൾട്ടറിയിൽ ഏർപ്പെട്ടു, അഥവാ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഒരു കുഞ്ഞും ഉണ്ടായി. സോ ആ ഒരു കുഞ്ഞിനെ കൈകളിൽ ഒരു റെഡ് കളറിലുള്ള എന്ന് പറയുന്നൊരു ലെറ്റർ തൻ്റെ കഴുത്തിലൂടെ ഇടാൻ അവൾ നിർബന്ധിതയാവാണ്. ചുറ്റും ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന ആ ഒരു സമയത്താണ് അവളെ ശിക്ഷിക്കുന്നത്. ഇനി ഇത് കഴുത്തിൽ അണിഞ്ഞിട്ട് അവൾ നടക്കാൻ പാടുള്ളൂ. അവളുടെ ജീവിതകാലം മുഴുവൻ ഇത് കഴുത്തിൽ അണിഞ്ഞിട്ട് നടക്കാൻ പാടുള്ളൂ. ഈ എന്നുള്ള ലെറ്റർ സൂചിപ്പിക്കുന്നത് അഡൾട്ടറി ആണ് കേട്ടോ. സോ അങ്ങനെ അവളുടെ ഇനിയുള്ള ജീവിതം മുഴുവൻ ഒരു തെറ്റുകാരിയായിട്ട്, ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ടുള്ള ഒരു ലൈഫായിട്ട് അവൾക്ക് അങ്ങനെ മാത്രമേ അവൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ആളുകൾ അവരോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞിൻ്റെ പിതാവ് ആരാണെന്നുള്ളത്. ബട്ട് ഒരിക്കലും അവൾ തൻ്റെ ഭർത്താവിന്, അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിൻ്റെ അച്ഛനെ വെളിപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അവൾ അതിന് വിസമ്മതിച്ചു.
അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ആൾക്കൂട്ടത്തിലേക്ക് അവളുടെ പഴയ ഭർത്താവായിട്ടുള്ള റോജർ ചില്ലിംഗ്വർത്ത് പ്രത്യക്ഷമാവുന്നത്. അതായത് കടലിൽ ഒരുപാട് കാലം മുമ്പ് നഷ്ടപ്പെട്ടതാണെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്, അഥവാ കാണാതായി മരിച്ചുപോയി എന്നാണ് അവളും വിചാരിച്ചിരുന്നത്. ബട്ട് അദ്ദേഹം ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരികയാണ്. ബട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ അദ്ദേഹം അറിയുമ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യം അദ്ദേഹത്തിന് വരികയാണ്. സോ തൻ്റെ ഭാര്യ ആയിരുന്നല്ലോ, അപ്പോൾ അയാൾ ഈ ഒരു അവളുടെ രഹസ്യ കാമുകനെ കണ്ടുപിടിക്കാനും അതിനൊരു പ്രതികാരം ചെയ്യാനും വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. സോ അദ്ദേഹം ഒരു ഫിസിഷ്യനാണ്, പലതരത്തിലുള്ള കഴിവുകളുള്ള ആളാണ് കേട്ടോ ഈ റോജർ ചില്ലിംഗ്വർത്ത് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരു ഡോക്ടർ ആയിട്ട് അദ്ദേഹം ആ ഒരു സ്ഥലത്ത് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രഹസ്യമായിട്ടുള്ളൊരു ആളായിട്ട് അദ്ദേഹം തൻ്റെ പേര് പോലും മാറ്റിയിട്ട് അവിടെ ഒരു ഡോക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് ഈ ഒരു രഹസ്യ കാമുകനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതേസമയം ശരിക്കും ഈ ഹെസ്റ്ററിൻ്റെ കുഞ്ഞിൻ്റെ പിതാവായിട്ടുള്ള ഡിംസ്ഡെയിൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്യൂരിറ്റൻ പാസ്റ്ററാണ്. അതുപോലെ തന്നെ ആ ഒരു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് മതത്തിൽ വിട്ട് ഒരു ആളാണ്, സത്യസന്ധതയുള്ള അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ഡിംസ്ഡെയിൽ അദ്ദേഹമാണ് ശരിക്കും ഈ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. ബട്ട് എല്ലാവരുടെ ഇടയിലും ഹെസ്റ്റർ ഒരു കുറ്റവാളി ആയപ്പോഴും താൻ ആ ഒരു മതത്തോടുള്ള അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തോടുള്ള പേടി കാരണം ആ തൻ്റെ തെറ്റ് ഏറ്റുപറയാതെ ആ ഒരു തെറ്റിനെ സ്വയം മനസ്സിൽ വെച്ചിട്ട് അദ്ദേഹം രാത്രി കാലങ്ങളിൽ സ്വന്തം ശരീരത്തോട് ആ ഒരു തെറ്റിനെ പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ശരീരത്തെ തന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ശരീരത്തെ ദ്രോഹിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു തെറ്റ് അദ്ദേഹത്തിന് അറിയാം, തെറ്റ് പറ്റിപ്പോയി. ബട്ട് അദ്ദേഹത്തിന് അത് ആളുകളുടെ ഇടയിൽ പറയാൻ, കാരണം അത്രയും ആളുകളുടെ ബഹുമാനിക്കുന്ന ആളാണ് ഡിംസ്ഡെയിൽ എന്ന് പറയുന്ന അദ്ദേഹം. ആ ഒരു സമൂഹത്തിനോടുള്ള ഒരു പേടി കാരണം അദ്ദേഹം തൻ്റെ തെറ്റ് ഏറ്റു പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ബട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് കുറ്റബോധം ഉള്ള ഒരാളാണ്. അദ്ദേഹം അങ്ങനെ ശാരീരികമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ശരീരം തളർന്ന് അങ്ങനെ അദ്ദേഹം ഒരു രോഗബാധിതനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണ്. സോ അങ്ങനെ നമ്മുടെ റോജർ ചില്ലിംഗ്വർത്ത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറായിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം അദ്ദേഹത്തിന് കൂടെ ഇങ്ങനെ നിൽക്കുമ്പം അദ്ദേഹത്തിന് ഒരു കുറ്റബോധം ഒക്കെ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ഇയാളാണോ തൻ്റെ ഭാര്യയുടെ കാമുകൻ എന്നുള്ളൊരു സംശയത്തിലേക്ക് അദ്ദേഹം എത്തുകയും പിന്നീട് എപ്പോഴോ അയാളുടെ ശരീരത്തിൽ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാൻ സാധ്യതയാവുകയും അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഈ ഒരു രോഗത്തിന് കാരണം തൻ്റെ ഒരു കുറ്റബോധം ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദെൻ അങ്ങനെ ഒരു തരം ഒരു മാനസിക പീഡനം ചില്ലിംഗ്വർത്ത് അയാൾക്ക് കൊടുക്കുകയാണ്. ഒരുപാട് തൻ്റെ തെറ്റുകളെ കുറിച്ചിട്ടും എല്ലാ കഥകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഒരു പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ മാനസികപരമായിട്ട് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മുടെ ഹെസ്റ്റർ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഈ ഒരു ലെറ്റർ ധരിച്ചുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു തുന്നൽ ആയിട്ടുള്ള ഒരു ജീവിതമാർഗ്ഗം അവർ തിരഞ്ഞെടുത്ത് അവരുടെ ചെറിയ കുടിലിൽ തൻ്റെ മകളായിട്ടുള്ള പേളിൻ്റെ കൂടെ സന്തോഷത്തിൽ അങ്ങനെ ജീവിക്കുകയാണ്. ഒരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ എല്ലാം നേരിട്ടിട്ടും അതിലൊന്നും തളരാതെ ഭയങ്കര ബോൾഡായിട്ട് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നതോട് കൂടെ തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പുണ്യപ്രവർത്തികളൊക്കെ ചെയ്ത് നല്ലൊരു ആ ഒരു എ എന്നുള്ള ലെറ്റർ ആദ്യം അഡൾട്ടറിയുടേതായിരുന്നെങ്കിൽ പിന്നീട് അതൊരു എബിലിറ്റിയുടെ അല്ലെങ്കിൽ അതൊരു ഏഞ്ചൽ എന്നുള്ള രീതിയിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം തന്നെ അവർ മാറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ പിന്നീട് ഇതിൽ പറയുന്നത് ഒരു ഫോറസ്റ്റിൽ വെച്ചിട്ട് നമ്മുടെ ഹെസ്റ്ററും അതുപോലെ തന്നെ ഡിംസ്ഡെയിലും ഒരുമിച്ച് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഡിംസ്ഡെയിലിനോട് ഹെസ്റ്റർ പറയുന്നുണ്ട് ചില്ലിംഗ്വർത്ത് എൻ്റെ ആദ്യത്തെ ഭർത്താവാണ് എന്നുള്ളൊക്കെ കാര്യങ്ങൾ അവിടെ അപ്പോൾ റിവീൽ ചെയ്യാനുള്ളത്. അത് കേൾക്കുമ്പം ഡിംസ്ഡെയിൽ ആകെ ഷോക്കായി പോവാണ്. സോ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് ഇനി ഇവിടെ ചില്ലിംഗ്വർത്തിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നെങ്കിൽ യൂറോപ്പിലേക്കോ മറ്റോ പോയി രക്ഷപ്പെടണം എന്നുള്ളത് അവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ ഡിംസ്ഡെയിലിൻ്റെ മനസ്സിൽ ഈ ഒരു കുറ്റം എല്ലാവരുടെയും മുന്നിൽ സമൂഹത്തിന് മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് തൻ്റെ ആ ഒരു ഭാരം ഇറക്കി വെക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. പക്ഷേ ഹെസ്റ്റർ ഇതിന് സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ തന്നെ ഒരു വട്ടം കുറ്റം ഏറ്റതാണ്, ഇനി സമൂഹത്തിന് മുന്നിൽ ഇനി താങ്കളും ഇതിന് ഇരയാവണ്ട എന്നുള്ളതാണ് ഹെസ്റ്ററിൻ്റെ അഭിപ്രായം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലാണെങ്കിൽ ഈ ഒരു തെറ്റ് ചെയ്ത ഈ ഒരു കാരണം അദ്ദേഹം ഇപ്പം ഒരു ജീവിതം ജീവിക്കുന്നത് വല്ലാത്തൊരു നരകതുല്യമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ ഒരു തെറ്റ് ആലോചിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇല്ലാതാവുന്ന പോലുള്ള ഒരു ഫീലാണ് അദ്ദേഹത്തിന് ഡിംസ്ഡെയിലിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഹെസ്റ്റർ തൻ്റെ മുടിയൊക്കെ അഴിച്ചിട്ട് അതുപോലെ തന്നെ തൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ആ ഒരു സ്കേലറ്റ് ലെറ്റർ ആയിട്ടുള്ള എ എന്നുള്ള ലെറ്റർ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പേള് ഒരിക്കലും ഇതിനെ സമ്മതിക്കുന്നില്ല. അവൾ ഇതിനൊക്കെ എതിർക്കുന്നതായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു ദിവസം, യാത്ര പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു ദിവസം എത്തുമ്പം നമ്മുടെ ഡിംസ്ഡെയിൽ പണ്ട് ഹെസ്റ്ററിനെ കുറ്റവാളിയായിട്ട് നിർത്തിയിരുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം തൻ്റെ കുറ്റങ്ങളൊക്കെ ആ സമൂഹത്തോട്
സമൂഹത്തോട് ഏറ്റു പറയാണ്, ഞാനാണ് ഈ പേളിൻ്റെ അച്ഛൻ, ഞാനാണ് എന്നുള്ളത്. തൻ്റെ കുറ്റങ്ങളൊക്കെ അവരുടെ പൊതുസമൂഹത്തോട് ഏറ്റു പറയാണ്. ഇതൊക്കെ ചില്ലിംഗ്വർത്തും കേൾക്കുകയാണ്. ആ ഒരു കുറ്റം ഏറ്റു പറഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹം തൻ്റെ ഷർട്ട് അഴിച്ച് തൻ്റെ ശരീരത്തിൽ കുത്തിവെച്ച എ എന്ന് പറഞ്ഞ ആ ഒരു സ്കാലറ്റ് ലെറ്റർ ആളുകളുടെ മുന്നിൽ കാണിക്കുകയാണ്. അഥവാ ഈ ഒരു സമയം നമ്മുടെ ഹെസ്റ്റർ ഇത് പുറത്തിട്ടിട്ടാണ് നടന്നെച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് ഉള്ളിൽ ശരീരത്തിൽ ഇതും താങ്ങി നടന്നിരുന്നു. കാരണം ആ ഒരു കുറ്റത്തിന് താനും കൂടി ഉത്തരവാദിയാണ് എന്നുള്ളത് അദ്ദേഹം ഇവിടെ തെളിയിക്കുകയാണ്. സോ അത്രയും പറയുന്നതോട് കൂടെ തന്നെ അദ്ദേഹം ഹെസ്റ്ററിൻ്റെ മടിയിൽ വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് ഇതിലൊക്കെ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് ചില്ലിംഗ്വർത്ത്. അദ്ദേഹം ജീവിച്ചത് തന്നെ ഈ തൻ്റെ ഭാര്യയുടെ കാമുകനെതിരെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ കേട്ടപ്പം അദ്ദേഹത്തിന് തൻ്റെ ലക്ഷ്യബോധം നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം മരിച്ചു വീഴുന്നതായിട്ടും നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹെസ്റ്റർ ഇപ്പോൾ യൂറോപ്പിലാണുള്ളത്. അങ്ങനെ യൂറോപ്പിലേക്ക് പോയി അവിടുന്ന് തൻ്റെ മകളെ പേളിനെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുകയും ഭയങ്കര ധനികരായിട്ടുള്ള കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുകയും പിന്നീട് കുറേ നാളെ അവിടെ നിന്നതിന് ശേഷം അവർ തിരിച്ച് തൻ്റെ പഴയ നാട്ടിലേക്ക് തിരിച്ചു പോരുകയും തന്നെ ആ കുടിലേക്ക് എത്തുകയും അവിടെ പിന്നെ തൻ്റെ തുന്നലും അതുപോലെ തന്നെ മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കാണാം. അതുകൂടെ തന്നെ ആ ഒരു എ എന്ന് പറഞ്ഞ ലെറ്റർ വീണ്ടും കഴുത്തിൽ തൂക്കിയിട്ട് തൻ്റെ സന്തോഷകരമായിട്ടുള്ള ജീവിതം പിന്നീട് അങ്ങനെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു നോവലിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. സോ പിന്നീട് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു കോളനീകരണത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് മുതൽ അമേരിക്ക ഒരു കോളനിയാണ്. സോ ആ ഒരു ഒരു കോളനി ലൈഫിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇതിൽ. ലൈഫ് ഇൻ കോളനീസ് അതാണ് കാര്യമായിട്ട് ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഫാമിലി, ക്ലാസ് സ്ട്രക്ചർ, അതുപോലെ ഗവൺമെൻറ്, റിലീജിയൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോളനീകരണത്തിലുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ നിറഞ്ഞ് താമസിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും. ഒരു ഫാമിലി ഒരു 10-12 ആളുകളൊക്കെ ഒരു ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ഉണ്ടാവും. അപ്പം അതിൻ്റേതായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ അവരുടെ ബേസിക് ആവശ്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു കോളനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ക്ലാസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ക്ലാസ്, മിഡിൽ ക്ലാസ്, അതുപോലെ ലോവർ ക്ലാസ്, ഇങ്ങനെ പറഞ്ഞ പല ക്ലാസ് സ്ട്രക്ചേഴ്സിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അതുപോലെ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല വലിയ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ ഒരു ഗവൺമെൻറ്റിൽ ഇൻക്ലൂഡ് ആകാൻ പറ്റുള്ളൂ, അതേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങൾ റിലീജിയനായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. റിലീജിയൻ, സോഷ്യൽ ലൈഫിലുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ആ ഒരു കോളനി ലൈഫ് എന്ന് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു നോവലിൻ്റെ തീമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് സിന്ന് ആൻഡ് ഗിൽറ്റ്. ഈ ഒരു 2 സംഭവങ്ങൾ. അഥവാ ഇതിൽ പറയുന്നത് ഒന്ന് നമ്മുടെ ഹെസ്റ്ററിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു പൊതുവായിട്ട് എല്ലാവരും അറിഞ്ഞ ഒരു കുറ്റം, എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കുറ്റം ചെയ്തു. ബട്ട് നമ്മുടെ ഡിംസ്ഡെയിലിനെ സംബന്ധിച്ച് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഹിഡൻ ആണ്, മറിഞ്ഞിരിക്കുകയാണ്, ആർക്കും കാണാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു പാപം ചെയ്യലും അതിന് പിന്നീടുള്ള ഒരു കുറ്റബോധങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നതും പിന്നെ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തീമിൽ ഇൻക്ലൂഡഡ് ആക്കാം. അതുപോലെ തന്നെ അപ്പിയറൻസസ് വിസസ് റിയാലിറ്റി. ഇതിൽ പറയുന്നത് നമ്മുടെ ഡിംസ്ഡെയിൽ ആളുകളെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഭയങ്കര എല്ലാവരും ആയിട്ട് ബഹുമാനിതനായിട്ടുള്ള ഒരാളായിട്ട്, നല്ല ഒരു നമ്മളിപ്പോൾ ഒരു പള്ളിയിലെ അച്ഛന്മാരെ ഒക്കെ കാണുമ്പം നമുക്ക് എന്തായിരിക്കും, ഒരു ബഹുമാനമായിരിക്കും അവരോട്, ഭയങ്കര ഒരു പുണ്യപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന മൈക്കുള്ള ഒരു ആളുകളായിരിക്കാം നമുക്ക് അവരെ കാണുക. സോ അതുപോലെയുള്ള ആളായിട്ടാണ് നമ്മൾ ഡിംസ്ഡെയിലും കണ്ടിരുന്നത്. ബട്ട് ശരിക്കും റിയാലിറ്റി എന്താണ്, അദ്ദേഹം ഏറ്റവും മോശം തെറ്റ് എന്ന് ആ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന ആ ഒരു തെറ്റ് ചെയ്തിട്ട് അതിലൊരു കുഞ്ഞും ഉണ്ടായിട്ട് അത് മറച്ചു വെച്ച് നിൽക്കുന്ന ഒരു തെറ്റ്, അഥവാ തെറ്റുകളിലൂടെ ആ തെറ്റ് വീണ്ടും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്. അപ്പം ശരിക്കും ആളുകളുടെ മുന്നിൽ കാണുന്നത് എന്താണ്, ശരിക്കും അതിൻ്റെ റിയാലിറ്റി എന്താണ്, ഇതൊക്കെയാണ് ഇത് തീംസ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ വിസസ് സൊസൈറ്റി. ഈ ഒരു തീമിൽ പറയുന്നത് നമ്മുടെ ഹെസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സൊസൈറ്റി കാണുന്നത് ഒരു അഡൾട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലക്കാണ് എല്ലാവരും അവളെ കാണുന്നത്. ബട്ട് പിന്നെ പോകെ പോകെ നമുക്ക് കാണാം അവരുടെ ആ ഒരു ബിഹേവിയറിൽ, അല്ലെങ്കിൽ അവളുടെ ആ ഒരു ആളുകൾ കാണുന്ന ആ ഒരു കാഴ്ചയിൽ സ്വയം അവൾ തന്നെ ഒരു വ്യത്യാസം വരുത്തുകയാണ്. കാരണം അവളുടെ ഒരു പുണ്യപ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ അവൾ ആരെയും മൈൻഡ് വെക്കാതെ അവളുടേതായിട്ടുള്ള ലൈഫിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരാളായിട്ട് അവളെ സഹായിച്ചും സ്വയം അധ്വാനിച്ച് ജീവിച്ചും ഒക്കെ തൻ്റെ ലൈഫ് മുന്നോട്ട് പോകെ ആളുകളുടെ ഇടയിൽ എന്താണ് ആ ഒരു പേര് തന്നെ അവൾ ഒരിക്കലും അവൾ ഒരു നിർബന്ധിതരായിട്ട് മാറ്റല്ല ചെയ്യുന്നത്. പക്ഷേ സൊസൈറ്റി തന്നെ അങ്ങനെ അവളുടെ ആ ഒരു പ്രതീകം എ എന്ന പ്രതീകം പിന്നെ എബിലിറ്റിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ നേച്ചർ ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഇതിനെ പറയുന്നത്, അഥവാ ഒരു പ്യൂരിട്ടൻ സാധാരണമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്യൂരിട്ടൻ
ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്താണ് പ്രതീക്ഷയെയും അതുപോലെ തന്നെ ഒരു പ്രതിരോധ ശേഷിയെയും ഒക്കെയാണ് ഈ ഒരു നോവൽ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ആ ഒരു സംഭവമാണ് പറയുന്നത്. പിന്നെ നമുക്ക് തീംസായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താണോ ആ ഒരു നോവലിലെ തീമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് അതിൻ്റെ സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമുക്ക് എഴുതിയാലും അത് അതിൻ്റെ ഒരു കണ്ടന്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇനി ഇതൊന്നും ഞാൻ പഠിച്ചു വെച്ചതൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് എഴുതും എന്നൊക്കെ വിചാരിക്കുമ്പം അതിൽ നമുക്ക് ആ ഒരു ഇതിൽ എന്തൊക്കെ എഴുതാം എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിൻ്റെ ഒരു സ്റ്റോറി മാത്രം നമുക്ക് അറിഞ്ഞാൽ തന്നെ അത് എന്തിൻ്റെ ബേസിലാണ് ആ ഒരു സ്റ്റോറി നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു നോവലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമൂഹിക ഘടനയ്ക്കൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ തീമുകളും കാര്യങ്ങളൊക്കെ വരിക. അപ്പം നമുക്കതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്റ്റൈലിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഒരു നോവലിൽ ഒരുപാട് ഇമേജറീസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സംഭവങ്ങളും ഒന്നിനെ പ്രതിനിധീകരിച്ചിട്ടാണ് കൊടുത്തത്. അഥവാ ഒരു എ എന്നുള്ള ഒരു ലെറ്റർ ഇമേജറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അഡൾട്ടറി എന്നുള്ള ഒരു ഇതിനാണ്. ബട്ട് പിന്നീട് അതെന്താണ് എബിൾ എന്നുള്ള ഒരു ഇതിലേക്ക് അത് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ ഫോറസ്റ്റ്, ഇവിടെ ഒരു ഫോറസ്റ്റ് ഇമേജറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഫ്രീഡത്തിനെ കുറിച്ചിട്ട് പറയാൻ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് അങ്ങനെയൊക്കെയാണ് ഫോറസ്റ്റിനെ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ പേൾ എന്ന ആ ഒരു പെൺകുട്ടി അവരെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൗന്ദര്യത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ്നെസ് ആൻഡ് ഡാർക്ക്, ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ പ്രതീകം പറയുന്നത് ഒരു നന്മനെ അല്ലെങ്കിൽ ഒരു തിന്മനെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ സൂര്യന് പലപ്പോഴും നമ്മുടെ ഡിം സ്റ്റൈലിൻ്റെ പോലുള്ള ആളുകളിൽ നിന്നും മുഖം മറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇമേജറി ആയിട്ട് നമ്മുടെ നോവലിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഭയങ്കര കൃത്യമായിട്ടുള്ള വെൽ ഓർഗനൈസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ ഈ ഒരു നോവലിന്. ഒരു 4 ഭാഗങ്ങളായിട്ട് 4 പാർട്ടുകളായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് നമുക്കറിയാം, ഒരു കസ്റ്റം ഹൗസിൽ അദ്ദേഹം ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയുകയും പിന്നീട് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും അത് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നതായിട്ട് അങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സിംബോളിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് ഇതിന്. സംഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിനും ഒരു പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് ഓരോ കഥാപാത്രത്തിനും. അഥവാ ലെറ്റർ ആയിക്കോട്ടെ, ഫോറസ്റ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഓരോ പ്രതീകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഡെപ്ത് ഈ ഒരു നോവലിനുണ്ട് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിൻ്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു കുറ്റബോധം. സംഭവം നമുക്കൊരു തെറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും അത് പിന്നെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് വരുമല്ലോ, ആ ഒരു കുറ്റബോധമൊക്കെ വരുമല്ലേ. ഇതിലൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു നോവലിലൂടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു ഫ്രെയിം നറേറ്റീവ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അഥവാ എ സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി, ഒരു സ്റ്റോറിയിൽ നിന്ന് ഒരു സ്റ്റോറിയിൽ. അഥവാ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കസ്റ്റം ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഹസ്തനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്ന ആ രീതിയിൽ പറയുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനിലേക്ക് പോവാം. ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ നോക്കാം. രണ്ടാമത്തെ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും. നമുക്ക് ആദ്യം തന്നെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഹെസ്റ്ററിനെ കുറിച്ചിട്ട് നോക്കാം. ഷീ ഈസ് വെരി യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ബട്ട് ഓൾസോ എ സ്ട്രോങ് വിമൺ. പക്ഷേ അവളെന്താ ചെയ്യുന്നത് വെച്ചാൽ അവൾക്ക് എന്താണ് പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. എന്തിന്? കമ്മിറ്റഡ് ടു അഡൾട്ടറി ചെയ്തതിന് അവൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന അവളുടെ ട്രാൻസ്ഫോർമേഷനാണ്. അഥവാ ഷെയിം ആയിട്ടുള്ള നിൽക്കുന്ന അവളിൽ നിന്ന് ടു സ്ട്രെങ്തൺ ആയിട്ടുള്ള ഒരു വിമണിലേക്ക് അവൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്. ആ ഒരു സംഭവമാണ് ത്രൂ ഔട്ട് ആ നോവൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ഷെയിമിൽ നിന്ന് ആ ഒരു നോവൽ തുടങ്ങുമ്പോൾ തന്നെ ഷെയിമിൽ നിൽക്കുന്ന ഒരു ഹെസ്റ്ററായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ എൻഡിലെക്കുമ്പോൾ അവൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രെങ്തനായിട്ടുള്ള അവളുടെ ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രെങ്തനായിട്ടുള്ള ഒരു വുമണായിട്ട് അവൾ മാറുകയാണ്. മാത്രമല്ല അവൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമണായിട്ടാണ് മാറുന്നത്. അഥവാ അവൾ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു നല്ലൊരു സ്ത്രീയായിട്ട് അവൾ മാറുകയാണ്. അതുപോലെ തന്നെ അത്രയും ആളുകളെ മുന്നിലൊക്കെ നിൽക്കുമ്പം അവൾ എന്താണ് ഒരിക്കലും ഒരു ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അവൾ ഭയങ്കര കാമായിരുന്നു, ഭയങ്കര ഡിഗ്നിറ്റി ഉള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ അവൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ലോയാലിറ്റി ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളായിട്ട് നമുക്ക് അവളെ കാണാം. കാരണം അവൾ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പം അവൾ ഒരിക്കലും അത് റിവീൽ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതിന് കാരണം അദ്ദേഹത്തോടുള്ള ഒരു ലോയാലിറ്റി തന്നെയാണ്. ദെൻ അവളുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട്വേർഡ്ലി പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര ക്വയറ്റ് ആൻഡ് ഹമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ബട്ട് അവളുടെ ഇന്നറിൽ അവൾ എന്താണ് ഭയങ്കര പെയിൻഫുള്ളാണ്. അതുപോലെ ഭയങ്കര ഗിൽറ്റ്. അവൾക്കും ഈ ഒരു കുറ്റബോധം അവൾക്കുണ്ടല്ലോ. പിന്നീട് അവളുടെ പഴയ ഹസ്ബൻഡൊക്കെ വരുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് അയാൾ മരിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുമ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ആ ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അതൊക്കെ അതുപോലെ തന്നെ ഒരു ഐസൊലേഷൻ ഒക്കെ ആയിട്ട് അവളെ നമുക്കിതിൽ കാണാൻ പറ്റും. ബട്ട് പുറമേ അവൾ എന്താണ് ഭയങ്കര ക്വയറ്റാണ്, ദെൻ ഹമ്പിളായിട്ട് നിൽക്കുന്ന ഒരു വുമണായിട്ടാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു ആസ് എ മദർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് പേളിനെ അവൾ കാണുന്നത് എന്താണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട്
ആയിട്ടും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പണിഷ്മെൻ്റ് ആയിട്ടും കാണുന്നു. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ആരുമില്ല, അവൾക്ക് തൻ്റെ എല്ലാം ആയിട്ടുള്ള ഒരു പേൾ മാത്രം തന്നെയുള്ളൂ അവളുടെ ലൈഫിലുള്ളത്. അവളുടെ ഒരു സെക്കൻഡ് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ മുന്നിൽ നിന്ന് സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയും സിറ്റുവേഷനൊക്കെ ആണല്ലോ അവളുടേത്. സോ അത് ആ ഒരു സമയം തന്നെ അവൾ ചെയ്തൊരു തെറ്റിനുള്ള ഒരു പണിഷ്മെൻ്റ് ആയിട്ടും പേളിനെ അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ അവസാനം അവളെന്താണ് ആവുന്നത്, ഒരു സിമ്പിൾ ഓഫ് ഗുഡ്നെസ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി, ഒരു വിസ്ഡം, ആ ഒരു രീതിയിലേക്ക് അവൾ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് അവസാനം കാണാൻ പറ്റും. അതുപോലെ ഡിംസ് ഡെയിലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഭയങ്കര ഒരു യങ് ആയിട്ടുള്ള ഒരു പ്യൂരിറ്റൻ മിനിസ്റ്ററാണ്. ഇനി അദ്ദേഹം ഒരു ഔട്ട്വേർഡ്ലി അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു ഹോളി മാൻ ആയിട്ടാണ് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നതെങ്കിലും അദ്ദേഹം ഇൻവേർഡ്ലി അദ്ദേഹം എന്താണ് ഭയങ്കര ഗിൽറ്റി ആയിട്ടുള്ള ആളാണ്. ചെയ്ത ഒരു പാപത്തിന് അദ്ദേഹം ഭയങ്കരമായിട്ട് ഖേദിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. അതുപോലെ പീപ്പിൾ സീ ഹിം ആസ് എ മോഡൽ ഓഫ് മൊറാലിറ്റി, ഒരു മൊറാലിറ്റിയുടെ ഒരു മോഡലായിട്ടാണ് ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്. അതുപോലെ ഹി വാണ്ട്സ് ടു കൺഫസ്, ആളുകളുടെ മുന്നിൽ തൻ്റെ കുറ്റം ഏറ്റുപറയണം എന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പിന്നോട്ട് വലിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷന് അത് ബാധിക്കും. ആ റെപ്യൂട്ടേഷൻ തന്നെ ആളുകൾ കൊടുക്കുന്ന ഒരു ബഹുമാനം തന്നെ ഇല്ലാതാവുന്ന അദ്ദേഹത്തിന് അറിയാം. സോ ആ ഒരു പേടി കാരണം അദ്ദേഹം അതിൽ നിന്ന് പിൻവലിയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കൂടുതലായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആൾക്കാർ. അതുപോലെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിന്നിനെ ഒരു ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെന്യുവിൻ ഇൻ ലവ്, അദ്ദേഹം ലവിൽ ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളാണ്. കാരണം ആ ഒരു തെറ്റ് അവൾ പുറമേ നിന്ന ആളുകളുടെ മുന്നിൽ ആ എ എന്ന ലെറ്റർ ഏറ്റുവാങ്ങുമ്പോഴും സ്വയം അദ്ദേഹത്തിൻ്റെ ബോഡിയെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം അദ്ദേഹത്തിൻ്റെ നെഞ്ഞിൽ അദ്ദേഹം എ എന്നുള്ള ലെറ്റർ കുറിക്കുന്നതായിട്ടും കാണാൻ പറ്റും. അതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അവളുടെ തെറ്റ് ചെയ്തതിന് അവൾക്ക് ശിക്ഷ കൊടുത്തു എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അവളോട് തീരെ ഒരു സ്നേഹവും കരുണയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ശരിക്കും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യൂല. തൻ്റെ ശരീരത്തോട് ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരാളും ചെയ്യാൻ കൂട്ടാകുള്ളൂ. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. ആ ഒരു തെറ്റ് തനിക്കും കൂടെ ഉള്ളതാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം അയാൾക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹം റിഡംഷൻ ത്രൂ കൺഫെഷൻ, അദ്ദേഹം ആ ഒരു തെറ്റ് ഏറ്റു പറഞ്ഞതിലൂടെ അദ്ദേഹത്തിന് എന്താണ് ആ പാപമോചനം ലഭിക്കുന്നതായിട്ട് അദ്ദേഹം അവസാനം ഈ ഒരു നോവലിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില്ലിംഗ്വർത്ത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചില്ലിംഗ്വർത്ത് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് ഒരു കാണാൻ പറ്റുന്ന ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളായിട്ട്, അഥവാ തൻ്റെ ഭാര്യയുടെ രഹസ്യ കാമുകന് വേണ്ടിയിട്ടുള്ള ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു നോവൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. പക്ഷേ അദ്ദേഹം ഒരു സ്കോളറാണ്, ഭയങ്കരമായിട്ട് പഠിച്ച ഒരു ആളാണ്. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള സയൻസിൽ, മെഡിസിനിൽ, അതുപോലെ ഫിലോസഫിയിലൊക്കെ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠിച്ച ഈ സംഭവങ്ങളൊക്കെ വേസ്റ്റ് ആക്കുക, ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ ഇല്ലാതാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നോളജ് മുഴുവൻ അദ്ദേഹം എന്താണ് നശിപ്പിക്കുകയാണ്. ഒരു റിവെഞ്ചിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം മാറുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും തെറ്റുകാരിയാണല്ലോ, പക്ഷെ ഒരിക്കലും തൻ്റെ ഭാര്യയെ ശിക്ഷിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, അവളുടെ ലവറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു റിവെഞ്ച് കാരണം അദ്ദേഹത്തിന് ഒരു ഹ്യൂമാനിറ്റി പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ഡിംസ്റ്റൈലിൻ്റെ മരണശേഷം അദ്ദേഹം കൺഫെഷൻ ചെയ്ത് അദ്ദേഹം മരണപ്പെടുന്ന ആ സമയത്തിലാണ് അദ്ദേഹത്തിന് എന്താണ് ഒരു ബോധോദയം ഉണ്ടാകുന്നത്. താൻ എന്തിനാണ് ജീവിക്കുന്നത്, കാരണം ഇതുവരെ ജീവിച്ചെന്താണ് ആ ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ്. സോ ആ ഒരു റിവെഞ്ച് ഇല്ലാതായി, കാരണം അയാൾ മരിച്ചു, അയാളാണെന്ന് പറഞ്ഞും ചെയ്തു, അയാളാണ് മരിച്ചും ചെയ്തു. ദെൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പിന്നെ ഒരു ലക്ഷ്യമില്ലാതാകുകയും പിന്നീട് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരാളായിട്ട് അദ്ദേഹം തന്നെ മാറുകയും അവസാനം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് പേളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു തെറ്റിലൂടെ ഉണ്ടായിട്ടുള്ള ഒരാളായിട്ടാണ് പറയുന്നത്. ബട്ട് പിന്നീട് എന്താണ് അവൾ ഒരു സത്യത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് അവൾ നിലനിൽക്കുന്നതായിട്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. സോ നമ്മൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ ഓർഡർ ആയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഇൻഓർഡർഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അറിയിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ബ്ലോഗ് കംപ്ലീറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ.